അഞ്ചാം സ്കന്ധത്തില് 22-ാം അധ്യായത്തില് 5-ാം സ്കന്ധത്തില് നോക്കട്ടെ 19-ാം അധ്യായത്തില് 5-19 ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഹിന്ദു മതത്തില് നമ്മൾ ഈ ദൈവം എന്നൊരു സങ്കല്പം പലപ്പോഴും നമ്മൾ ഏറെ തെറ്റായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഹിന്ദു മതത്തിൽ ഈ ദൈവസങ്കല്പം, ഹിന്ദുക്കൾക്ക് എത്ര ദൈവമുണ്ട് അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടായിരിക്കുക നല്ലത്. കാരണം നമുക്ക് ഉത്തരങ്ങളൊക്കെ അനവധി ഉത്തരങ്ങളായിരിക്കും വരിക, അല്ലേ? എത്ര ദൈവങ്ങളുണ്ട്? കണ്ടമാനമുണ്ടെന്നോ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത്, ഹിന്ദുവിന് ദൈവമില്ല. അതാണ് പരമസത്യം. സത്യത്തിൽ ഹിന്ദുക്കൾക്ക് ദൈവമില്ല. നിങ്ങൾ ആ അധ്യായം എടുത്ത് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 5-ാം സ്കന്ധത്തില് 19-ാം അധ്യായത്തില് 5-ാം ശ്ലോകത്തില് 5-19 5-ാം ശ്ലോകം അവിടെ പറയുന്നത് മർത്യാവതാര 19-ാമത്തെ അധ്യായം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നോക്കണം. കണ്ടു നിങ്ങൾ? മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം രക്ഷോവധായ ന കേവലം വിഭോ എന്നൊരു ശ്ലോകമുണ്ട്. അതായത് ഇവിടെ അവതരിച്ച അവതാരങ്ങളല്ലേ നമ്മൾ ദൈവം എന്ന് പറയുന്നത്? ആണോ? കൃഷ്ണൻ, രാമൻ, അയ്യപ്പനൊക്കെ അവതരിച്ച അവതാരം. ഇവരൊക്കെ അവതരിച്ചിരിക്കുന്നത് മർത്യശിക്ഷണത്തിന് വേണ്ടിയാണ്. എന്തിനാണ്? മർത്യ ശിക്ഷണത്തിന് വേണ്ടി. അപ്പൊ ശിക്ഷണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിക്ഷണം, ശിക്ഷകൻ, ശിക്ഷണം, ശിക്ഷയല്ല, ശിക്ഷണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ഇപ്പൊ ഇവിടെ മർത്യാവതാര അല്ലെങ്കിൽ അവതാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് മർത്യരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. പഠിപ്പിക്കാൻ വേണ്ടി വന്നവരെ പൊതുവെ ഹിന്ദുമതത്തിൽ എന്താ വിളിക്കുക? ഗുരു എന്ന സങ്കല്പമാണ് നമുക്കുള്ളത്. ന രക്ഷോവധായ ന കേവലം, ആരെയും രക്ഷിക്കാനോ വധിക്കാനോ അല്ല. അപ്പൊ നമുക്ക് ദൈവങ്ങളല്ലല്ലോ ഇവരെന്താ വിളിക്കേണ്ടത്? ഗുരുക്കന്മാരെന്നാണ്. ഹിന്ദു മതത്തിൽ അവതാരങ്ങളെല്ലാം ആരാണ്? ഗുരുക്കന്മാരാണ്. സത്യത്തിൽ നമുക്ക് ദൈവങ്ങളല്ല ഉള്ളത്. കൃഷ്ണനും രാമനും അയ്യപ്പനും ഒക്കെ നമുക്ക് ഗുരുക്കന്മാരാണ്. നിങ്ങൾ ഭാഗവതത്തെ ശരിക്കും മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് കാണാനും പറ്റും. വരാഹാവതാരം വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, ജ്ഞാനായ വിദ്യാഗുരവേ നമോ നമോ എന്ന് വിദ്യാഗുരുവായി കണ്ട് വരാഹരൂപത്തെ സനൽകുമാരാദി നമസ്കരിക്കേണ്ടത്. എല്ലാവരെയും ഭാഗവതം ഉണ്ടല്ലോ, കുറെ പേരുടെ കയ്യിലില്ലേ? ഈ ഫസ്റ്റ് വോള്യത്തിലെ ലാസ്റ്റ് പേജ് എടുക്കുക, എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. അതിൽ 76th ശ്ലോകം 76 ലാസ്റ്റ് ശ്ലോകം, ലാസ്റ്റ് പേജ്, അതിൽ 76-ാം ശ്ലോകം. ഈ ഒരു കാര്യം കൂടി എന്നിട്ട് നമുക്ക് നിർത്താം. കാരണം നമുക്കിത് കുറച്ച് വിശിഷ്ട അതിഥികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി നിർത്തും. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് നരസിംഹാവതാരമൊക്കെ ഉച്ചയ്ക്ക് ശേഷമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് രംഗം ഇതാണ്. പാണ്ഡവരുടെ അടുത്ത് നാരദര് വന്നു. പാണ്ഡവരുടെ കാലഘട്ടത്തില് പാണ്ഡവര് കൃഷ്ണനായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റ് ആണ്. കൃഷ്ണനെ അത്ര അവരുടെ ഒരു എല്ലാമാണ്. കൃഷ്ണനില്ലെങ്കിൽ പാണ്ഡവരില്ല. കൃഷ്ണനോട് ചോദിച്ചിട്ടേ പാണ്ഡവര് നമ്മൾ പറയില്ലേ, ശ്വാസം എന്താ അവൾ അവനോട് ചോദിച്ചിട്ട് ശ്വാസം പോലും എടുക്കുള്ളൂ എന്ന് പറയാറില്ലേ? അങ്ങനെയുള്ള ബന്ധങ്ങളില്ലേ? അത്ര ഒരു ക്ലോസ് റിലേഷൻ ആയിരുന്നു പാണ്ഡവർക്ക്. ആരോട്? കൃഷ്ണനോട്. ഒരിക്കൽ നാരദ മഹർഷി പാണ്ഡവരെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പാണ്ഡവരെ ഭാഗ്യം കെട്ടവരാവരുത്, സുഹൃതികളാവണം, അനുഗ്രഹീതരാവണം. ദയവ് വിചാരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു സുഹൃത്തായി, ഒരു ദേവനായി, ഒരു പ്രിയനായി കൃഷ്ണനെ കണ്ടുപോയാൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ നടന്നു കിട്ടുമായിരിക്കാം, പക്ഷെ മനോബലം ഉണ്ടാവില്ല, മനസ്സിന് ശക്തി ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനോബലം എന്നത് വേണോ? മനസ്സിന് ഉയർത്തണോ? എങ്കിൽ കൃഷ്ണനെ കാര്യം നടത്തിത്തരുന്നവനായി അല്ല കാണേണ്ടത്. എങ്ങനെ കാണണം? അതാണ് ആ ശ്ലോകം. നോക്കാം. പറയണു സവാ. ഇത് നാരദ മഹർഷി പാണ്ഡവരെ ഉപദേശിക്കുകയാണ്. നാരദ മഹർഷി പാണ്ഡവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് സവായം ബ്രഹ്മ
മഹൽവൃമിക്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഖത്വാകലുമാതുലേയ ആത്മാർക്കണിയോ വിധികൾ ഗുരുശ്ച സവാ അയം. ഈ കൃഷ്ണൻ ബ്രഹ്മമഹദ്ഭൃമിഗ്യം. ഋഷിവര്യന്മാര് ഈ കൃഷ്ണനിലൂടെ പൂർണ്ണതയിലേക്ക് എത്തിയ മഹാന്മാരാണ്. കൃഷ്ണനെ ഒരു വഴികാട്ടി കണ്ടവർ പൂർണ്ണതയിലേക്ക് എത്തിയത്. ബ്രഹ്മമഹദ്ഭൃമിഗ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി. അങ്ങനെയുള്ളൊരു കൃഷ്ണനെ നിങ്ങൾ പ്രിയ സുഹൃത് വാ മാതുലേയ. ആരാണ്? പ്രിയനായിട്ട്, സുഹൃത്തായിട്ട്, കാര്യം നടത്തി തരുന്നവനായിട്ട്, ഇങ്ങനെയൊക്കെ കണ്ട് പ്രിയ സുഖത്വാകലു മാതുലേയ. കുറച്ചൊക്കെ സുഖം കിട്ടും, കുറച്ചൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടും. പക്ഷെ നിങ്ങൾക്ക് മനോബലം വേണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാർക്കണീയോ വിധികൾ കുരുശ്ച. ആരായിട്ട് കാണണം? ഒരു ഗുരുവായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിൽ വരുത്താം. ആരായിട്ട് കാണാനാ പറഞ്ഞു കൊടുക്കുന്നത്? ഉറക്കെ പറയൂ. നാരദ മഹർഷി ഈ കൃഷ്ണനെ എങ്ങനെ കാണാനായിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക? പറയൂ നിങ്ങൾ. ഒരു ഗുരുവായി. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ എന്ന പേര്. ഗുരുവാണ്. ഗുരുവായൂരപ്പൻ ഒരു ഗുരുവാണ്. അതുകൊണ്ട് വ്യാസഭഗവാൻ കൃഷ്ണനെ സ്തുതിക്കുമ്പോൾ അതാ പറയണത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണനെ ആരായി കാണാനാ പറയുന്നത്? പറയൂ. അപ്പൊ പിന്നെ ഹിന്ദുക്കൾക്ക് ദൈവം ഇല്ലേ? നമുക്ക് ദൈവമല്ല, ദൈവീകതയാണുള്ളത്. എന്താണ് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം? അത് ശരിക്കും പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിവ് എന്ന സംസ്കൃത റൂട്ടിൽ നിന്നാണ് ദൈവം എന്ന വാക്ക് വന്നത്. ദിവ്, അതിൽ നിന്നാണ് ദീപം, വെളിച്ചം, പ്രകാശം എന്നൊക്കെയാണ് അർത്ഥം. സന്ധ്യയ്ക്ക് നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ എന്താ പറയാ? ദീപം 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 എന്നല്ലേ പറയുക? ആണോ? ആണോ? പണ്ടൊക്കെ ഇങ്ങനെ വീടുകളിൽ സന്ധ്യയ്ക്ക് കേൾക്കായിരുന്നു. എന്ത്? ദീപം എന്ന് പറഞ്ഞു കൊണ്ടുവരും. ഇന്നിപ്പോ ദീപം എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ ദീപ വിളി കേൾക്കും. കാലം മാറിപ്പോയി. ഇന്നിപ്പോ ദീപം എന്നൊക്കെ പറയൂ ആരെങ്കിലും പറയുന്നവരുണ്ടോ? എത്ര പേര്? ഭഗവാന് മാത്രമേ അറിയുള്ളൂ സത്യമാണോ എന്നുള്ളത്, അല്ലേ? ചിലരൊക്കെ പറയുന്നുണ്ടാവും, ഇല്ലയെന്നല്ല. കുറേയൊക്കെ ട്രഡീഷൻ കൊണ്ട് നടക്കുന്നവരുണ്ടാവും. പിന്നെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാലും പറഞ്ഞു തന്നെയാണ്. മറ്റേതല്ല ഉറക്കെ പറയും, റോട്ടിൽ കൂടെ പോകുന്നവർക്കൊക്കെ കേൾക്കാൻ പറ്റും. ദീപം എന്ന്, അല്ലേ? കേൾക്കാറില്ലേ? അന്നത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പോട്ടെ, ഏതായാലും ദിവ് എന്ന റൂട്ടിൽ നിന്നാണ് ദീപം, അതിന്നാണ് ദീപ്. അതിനർത്ഥം പ്രകാശം എന്നാണ് അർത്ഥം. ഏത് പ്രകാശത്തെ കുറിച്ചാ പറയുന്നത്? ആത്മപ്രകാശം. ഏത് പ്രകാശം? ഈ പ്രകാശം എവിടെയാണ്? കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി സ്ഫുരിക്കും നാദഹരി നാരായണായ നമ എന്ന് എഴുത്തച്ഛൻ. കൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ പറയും, ഗീതയില് 4-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, യോന്ത സുഗന്ധരാരാമ തദാന്തർജ്യോതിരേവച തദാ അന്തർജ്യോതിരേവച സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂയോ വികൽപ്പതേ. എന്താ പറയുന്നത്? അന്തർജ്യോതി. ഏത് ജ്യോതി? അപ്പൊ ദൈവം എവിടെയാണ്? ദൈവം എവിടെയാണ്? പുറത്തല്ല ദൈവം. പ്രകാശം ഉള്ളിലാണ്. പ്രകാശം ഉള്ളിലാണ്. ഏത് പ്രകാശം? പുറത്തുള്ള പ്രകാശത്തെ പോലും കാണിച്ചു തരുന്ന ആത്മപ്രകാശം. മനസ്സിലായില്ലേ? മറ്റു പ്രകാശങ്ങളെ കാണിച്ചു തരുന്ന ഒരു കോൺഷ്യസ് ലൈറ്റ്, ഒരു അവയർനെസ് ലൈറ്റ്, ബോധപ്രകാശം. ഈ പ്രകാശത്തെയാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് ദൈവമില്ല, ഉള്ളത് ദൈവീകതയാണുള്ളത്. അപ്പം നമുക്ക് 33 കോടി ദേവന്മാരല്ല, 33 കോടി
ഗുരുക്കന്മാരുടെ സംസ്കാരമാണ് ഭാരതത്തിലുള്ളത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒന്നുകൂടി ഞാൻ പറയാം. നമുക്ക് നരസിംഹാവതാരം വരുമ്പോൾ പ്രഹ്ലാദൻ സ്തുതിക്കുന്ന സ്തുതി ഇങ്ങനെയാണ്: കോന്നത്രതേ അഖില ഗുരോ ഭഗവൻ പ്രയാസം ഉത്താരണേസ്യ ഭവസംഭവലോപഹേതോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർദ്ദബന്ധോ കിം തേന തേ പ്രിയജനാനനുസേവതം ന. ഹേ അഖില ഗുരോ, ഭഗവാനെ വിളിക്കുന്നത് ഭാഗവതത്തിൽ എത്ര തവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇല്ലേ? കുന്തിദേവി പറയുന്നില്ലേ കൃഷ്ണനോട് എന്താ പറയുന്നത് അവസാനം? അഖില ഗുരു യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് കുന്തിദേവി. കൃഷ്ണനെ ആരായിട്ടാ കണ്ടത്? വിപത സന്തുനശ്വത തത്ര തത്ര ജഗദ്ഗുരു ആരായിട്ടാ കാണുന്നത്? ഒരു ഗുരുവിന്റെ ആണോ അല്ലയോ? നിങ്ങൾക്ക് എത്ര റെഫറൻസ് വേണം, എത്ര ശ്ലോകങ്ങൾ വേണം കോട്ട് ചെയ്തുതരാം. നീ ഗജേന്ദ്ര മോക്ഷം വരുമ്പോ ഗജേന്ദ്രന് പറയണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇവരൊക്കെ വിളിച്ചിരിക്കുന്നത് ഏതാണ്? അഖില ഗുരു എന്ന്. അപ്പൊ നമുക്ക് 33 കോടി ദൈവങ്ങളാണോ? 33 കോടി ഗുരുക്കന്മാരാണോ? അവർക്ക് പറയൂ, ഗുരുക്കന്മാര്. അപ്പൊ ഗുരുക്കന്മാര് കാണിച്ച പാതയിലൂടെ, വഴിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുമ്പോഴാണ് ജന്മം സഫലമാവുന്നത്. ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തീരണം. ഗുരുക്കന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഗുരുഭവനപുരിയിലിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പൻ കാണിച്ചു തന്ന പാതയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നമ്മളെ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളാണ്.